മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, ഓണം വെക്കേഷനും കഴിഞ്ഞു. മക്കളെല്ലാവരും ഇന്ന് സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻസർ ഷീറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച പോലെ തന്നെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മിസ് എക്സ്പെക്ട് ചെയ്യാണ്. കാരണം ഇത്തവണ നടന്നിട്ടുള്ള നമ്മുടെ ഓണം എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് മക്കൾക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ എക്സാം പേപ്പർ കണ്ടു കഴിഞ്ഞ് ചില പേടിയൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റാത്ത കുറേ മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാതെ പോയിട്ടുള്ള കുറേ മക്കളുണ്ടായിരിക്കും. അവരാരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമ്മുടെ ഓണം എക്സാം മാത്രമാണ്. ഇനി നെക്സ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്ക് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പഠിക്കണം, ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നാളെ കറക്റ്റ് താഴെ കാണുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിലോട്ട് മക്കളെല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ ചിൽ മൂഡിലായിരുന്നു. അപ്പോൾ കുറേ പേര് കളിച്ച് നടക്കുന്നൊക്കെ ഇപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുമായിരിക്കും. അപ്പോൾ അവരാരും ഇനി കളിച്ച് നടക്കേണ്ട സമയമൊന്നുമല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടി നമ്മുടെ ഇവൻറ്റിലോട്ട് വരാം. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എങ്ങനെയൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവൻറ്റിൽ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ആരും മിസ്സാക്കരുത്. വേഗം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക.